ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർ നമ്മളോട് കള്ളം പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് അവർ. സോ അവരത്രയും ആത്മാർത്ഥമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ചില സമയങ്ങളിൽ അവർ കുറേ കള്ളങ്ങൾ പറയുന്നുണ്ടാവും. അതിൻ്റെ സത്യം നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം പിന്നീട്. അപ്പോൾ അവർ കള്ളമാണോ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് വഴികളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ പറയുന്ന ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ട് അവർ കള്ളമാണ് പറയുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തരുത്. പകരം ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് അവർ കള്ളം പറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തുറന്ന ആശയവിനിമയമാണ്. അതായത് തുറന്ന കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കള്ളം പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, കഥ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം ചോദിക്കുന്ന സമയത്തും അവർ പറയുന്നത് ഓരോ കഥകളായിരിക്കും. ഒരു പ്രാവശ്യം അവർ പറയുന്നുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സത്യം പറ അന്ന് എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവരൊരു സ്റ്റോറി ഇങ്ങനെ ഉണ്ടാക്കി പറയും. ചിലപ്പോൾ അത് ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം പറയുണ്ടാവുക. ഓക്കെ, നിങ്ങളപ്പോൾ അത് കേട്ടിട്ട് വിടുക. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ആ സെയിം ടോപ്പിക്ക് തന്നെ എടുത്തിടുക, സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അവർ പറയുന്ന കഥയിൽ മാറ്റം ഉണ്ടാവും. കള്ളം എപ്പോഴും ഒരുപോലെ പറയാൻ നമുക്ക് പറ്റില്ല. സത്യം മാത്രമാണ് നമുക്ക് ശരിക്കും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റുക. കള്ളമാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ നമുക്ക് വീണ്ടും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് പറയും, അല്ലെങ്കിൽ അന്ന് പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ കഥയെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ വളരെയധികം വിശദീകരിച്ചിട്ട് അവർ പറയുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം, നമ്മളത് വിശ്വസിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടു സെഡ് കാര്യങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും അവരിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളെ കൺവിൻസ് ചെയ്യാനാണ്. നമുക്ക് സംശയങ്ങളൊന്നും പിന്നീട് വരരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് വിശ്വസിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കിയിട്ടേ പറയുള്ളൂ. കാരണം അവർക്ക് പേടിയാണ്, കുറേ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്ക് പറയാൻ കിട്ടിയില്ലെങ്കിലോ നമുക്ക് വീണ്ടും സംശയങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞവർ നിർത്തും. അപ്പോൾ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്തുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വിശദീകരിക്കുകയാണെങ്കിലും പെട്ടെന്ന് അവർ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക കള്ളം പറയുവാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിഷയം മാറ്റും. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആള് ചിലപ്പോൾ പെട്ടെന്ന് അതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ടോപ്പിക് എടുത്തിടും. അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള താല്പര്യം അവർ കാണിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വിഷയം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഉത്തരവൊന്നും കിട്ടിയിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് വിഷയം മാറ്റുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എഴുന്നേറ്റ് പോവുകയൊക്കെ ആയിരിക്കും ചെയ്യുക കേട്ടോ. എഴുന്നേറ്റ് പോവുക, ഫോൺ വിളിച്ചിട്ടൊക്കെ ആണെങ്കിൽ കോൾ പെട്ടെന്ന് കട്ട് ചെയ്യും. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സംസാരം സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും ആൾ ശ്രമിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടാവുക. അതായത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ വലിയൊരു തെളിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് പേടിക്കും, അയ്യോ ആൾക്ക് ദേഷ്യം വന്നു അപ്പം ഇനി ചോദിക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചിട്ട് പിന്നീട് നമ്മൾ ചോദിക്കാണ്ടാവും. ആ ഒരു ടോപ്പിക്ക് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതവർക്കറിയാം. ചില ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരിങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടൊക്കെ അവർ പ്രതിരോധം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം യെസ് പറഞ്ഞ കാര്യം കള്ളമാണ്, അത് മറയ്ക്കാനുള്ളൊരു വഴിയാണ് ഇതെന്നുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കുറച്ചങ്ങോട്ട് സൈലൻ്റ് ആവും, അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറഞ്ഞു പോകും എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പിന്നീട് അവർ സംസാരിക്കില്ല, കുറഞ്ഞ രീതിയിൽ മാത്രം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും.
അപ്പൊ അങ്ങനെ ഒരു മാറ്റം അവരിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യെസ്, എന്തൊക്കെയോ ആള് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ അറിയരുത് എന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അറിയരുതെന്ന് അവർ വിചാരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ പെരുമാറ്റത്തിലും പെട്ടെന്ന് മാറ്റം വരുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുത്. അവർ കള്ളമാണ് പറയുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയരുതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് മേ ബി നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നിങ്ങൾ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമാണെങ്കിൽ അതാണ് അവർ മറച്ചു വെക്കുന്നത്. കള്ളം പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വല്ലാണ്ട് എങ്ങനെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. പക്ഷേ അതല്ലാണ്ട് എപ്പോഴെപ്പോഴും കള്ളം പറയുന്ന ഒരാളൊക്കെയാണ് നമ്മളെ ചതിക്കുവാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പൊ എന്തായാലും അവർ കള്ളമാണോ പറയുന്നത് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികളൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർ അടുത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോട് ഭയങ്കര ഒരു ആത്മാർത്ഥത, ഭയങ്കര ജെന്യുവൻ ആയിരിക്കും നമ്മൾ, പക്ഷെ നമ്മുടെ പാർട്ട്ണർ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രോബ്ലം ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. പാർട്ട്ണർ എന്നെ കുറച്ചുകൂടി സ്നേഹിക്കണം, അവർക്ക് കുറച്ചുകൂടി എൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അവർ തിരിച്ച് ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സോ അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്താണെങ്കിലും സൊല്യൂഷൻ വേണ്ട ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.